പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോമ്പുകാലത്തിന്റെ ഉന്നതമായ ചൈതന്യത്തില് നമ്മള് തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് വിഭൂതി തിരുനാള് ആചരിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലിലൂടെ മാനസാന്തരത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യത്തിലേക്ക് ഓടിയെടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ വലിയ അനുഗ്രഹം നമ്മുടെ മക്കൾക്ക്, നമുക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഇന്നലെ മുന്തുറ കൺവെൻഷനെ കഴിഞ്ഞ് വലിയ അഭിഷേകത്തോടെ കടന്നു വന്നിരിക്കുന്നു. 3 ദിവസം ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങള് അഭിഷേകത്തിന്റെ പൂന്തുറ ഇടവകയെ സംബന്ധിച്ച് വലിയ ആത്മീയ ഉണർവിന്റെ, കർത്താവിന്റെ രക്ഷാകരമായ കരുണയുടെ വലിയ സന്ദേശങ്ങൾ നൽകി ആ ജനത്തെ അവര് കർത്താവ് ഉണർത്തി. ഞാൻ ഓർക്കുക, കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്ന, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ജനത്തെ കർത്താവ് അവിടെ ഉയർത്തി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഈ കൺവെൻഷനിലൂടെ നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ ഒത്തിരിയേറെ നോമ്പുകാല ധ്യാനങ്ങളും ശുശ്രൂഷകളും അതിശക്തമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വലിയ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെ, യോഹന്നാൻ 3:16, അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതനെ തന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യം മനസ്സിലാക്കി അനുഭവിക്കാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനമാണ്. ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ എഴുന്നേറ്റ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഒരു പിതാവിന്റെ സ്നേഹം ഈശോ ധൂർത്തപുത്രന്റെ സംഭവത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈ സ്നേഹം നമ്മുടെ മക്കള് അനുഭവിക്കണം. ഏതവസ്ഥയിലും ഇന്ന് നമ്മുടെ മക്കള് പല അവസ്ഥകളിൽ ഒട്ടുകൂടി ലഹരിക്ക് അടിമപ്പെട്ട് പന്നിക്കുഴിയിൽ നശിച്ചു കഴിയുന്ന അവസ്ഥയിൽ നമ്മുടെ മക്കൾക്ക് ഈ ധൂർത്തപുത്രനെ പോലെ ഒരു സുബോധം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഒരു അപ്പനെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ മക്കൾക്ക് വേണം. പല മക്കളും അതിലേക്ക് ചെന്ന് പെട്ടിട്ട് പിന്നെ അവിടെ തന്നെ കിടന്ന് സുബോധമില്ലാതെ നശിച്ച് അതിൽ തന്നെ മുന്നോട്ട് പോയി. ചില മക്കള് മരിച്ച് ആത്മഹത്യ ചെയ്ത്, ചില മക്കള് ഡിപ്രഷനിൽപ്പെട്ട്, ചില മക്കള് അതിലടിമപ്പെട്ട് കൂട്ടുകൂടി നശിപ്പിച്ച് ഇല്ലാണ്ടാക്കുന്ന അനുഭവങ്ങൾ ഏറെയുണ്ട്. ആ പിതാവിനെ നോക്കിക്കേ. അതുപോലെ തന്നെ പിതാവ് ദൂരെ വച്ച് അവനെ കണ്ടു. തിരിച്ചു വരുന്ന മക്കളെ നോക്കി നിൽക്കുന്ന ഒരപ്പൻ അവൻ എഴുന്നേറ്റു, ഓടിച്ചെന്നു, മകനെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. എന്നിട്ട് അവനെ സ്വീകരിക്കുന്ന ഒരു സ്വീകരണമുണ്ട്. നമ്മുടെ മക്കള് ഇങ്ങനെ ഒരു സ്നേഹമുള്ള അപ്പനെ അറിയണം. നമ്മുടെ മക്കൾക്ക് എല്ലാം ഉണ്ട്. സമ്പത്തുണ്ട്, കുട്ടികെട്ടുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നമ്മുടെ മക്കൾക്ക് ഒരിക്കലും സമാധാനം ലഭിക്കത്തില്ല. ഈ അപ്പന്റെ ഭവനത്തിലേക്ക്, ഈ അപ്പനിലേക്ക്, ഈ ദൈവത്തിലേക്ക്, ഈ ദൈവത്തിന്റെ കരുണയിലേക്ക് വന്ന് ഈശോയെ സ്വന്തമാക്കി വിശുദ്ധ കുർബാനയിലൂടെ രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗമില്ല. കർത്താവല്ലാതെ, ഈശോയല്ലാതെ ആ രക്ഷകനാകുന്ന യേശുവിനെ സ്വീകരിക്കാൻ, ആ സ്നേഹം അനുഭവിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് മനസ്സലിവുള്ള ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ട അഭിഷേകം, കൃപ
നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈ അപ്പനെ അറിഞ്ഞാൽ നമ്മുടെ മക്കള് അപ്പനെ വിട്ട് പോകില്ല. എന്തേലും പോയാൽ തന്നെ നമുക്കറിയാം, യുവത്വത്തിന്റെ തിളപ്പില് കൂട്ടുകാര് പറഞ്ഞു, നാട്ടുകാര് പറഞ്ഞു, സിനിമ കണ്ട് അതിൽ നിന്ന് ഒരു പ്രേരണയുണ്ടായി, അങ്ങനെ പലതിനെ പിന്നാലെ പോണ മക്കളുണ്ട്. അങ്ങനെ പോയാലും സത്യം ഒന്നേ ഉള്ളൂ, ഇതൊന്നും ആർക്കും സുഖമോ സന്തോഷമോ സംതൃപ്തിയോ തരില്ല. അതിൽ പെട്ടുപോയാൽ പിന്നെ അതിൽ കിടക്കാതിരിക്കാൻ ഈ സ്നേഹം ഈ മകനെ പോലെ അനുഭവിച്ചറിയാൻ പറ്റും. സുബോധം ഉണ്ടാകത്തക്ക വിധം അപ്പന്റെ സ്നേഹമറിഞ്ഞ് ഈ മനസ്സരിവുള്ള അപ്പന്റെ അരികിലേക്ക് വരാൻ, അങ്ങനെ വന്നാൽ നമ്മുടെ അപ്പന്റെ സ്വീകരണത്തിന്റെ ആ ഒരു വലിയൊരു സന്തോഷം മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സ്വീകരിക്കുന്ന ഒരു അപ്പൻ ഈശോ പിതാവായ ദൈവം. അപ്പനെ അറിയാൻ, ആ ഈശോയെ അറിയാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമ്മൾ ഒത്തിരിയേറെ മക്കളെ സമർപ്പിക്കാം. കൂട്ടുകെട്ടിപ്പെട്ട് ലഹരിയിൽ കുടുങ്ങി ചില സ്നേഹബന്ധങ്ങളിൽ വീണ് ജടിക പാപങ്ങൾ ചെയ്ത് ദൈവത്തെ വിട്ട്, കുദാശ വിട്ട്, വചനം വിട്ട് മനസാന്തരമില്ലാതെ ജീവിക്കുന്ന അനേക മക്കളുണ്ട്. നമ്മുടെ മക്കളിൽ ചിലരെങ്കിലും അതിലൊക്കെ പെട്ടുകിടക്കുന്ന മക്കളായിരിക്കാം. പ്രാർത്ഥിക്കാൻ നമുക്ക് തീക്ഷ്ണമായിട്ട് മനസ്സലിവുള്ള, ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സ്വീകരിക്കുന്ന ഒരപ്പന്റെ സ്നേഹം, ആ സ്നേഹത്തിനെ സന്തോഷം, സമാധാനം, സംതൃപ്തി നിലനിൽക്കുന്നതായിട്ട് തരാൻ പറ്റൂ. ബാക്കിയെല്ലാം നൈമിഷികമാണ്. ഒരു തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഉപദേശം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, കൗൺസിലിംഗ് കൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളില് അനേകം ഇടങ്ങളിലൊക്കെ പോകുമ്പോ ഈ കൂട്ടായ്മയിലേക്ക് അനേകം മക്കൾ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. പൂന്തുറ ഇടവകയിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പുതുതായിട്ട് വരുന്ന എല്ലാ മക്കളെയും കർത്താവ് നമ്മോട് കൂട്ടിച്ചേർത്ത് മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹത്തെ കർത്താവ് കൂട്ടിച്ചേർക്കുന്നതിനോർത്ത് പല സ്ഥലത്തു നിന്നുമൊക്കെ കൂട്ടിച്ചേർക്കുന്നതിന് നന്ദി പറയുന്നു. ഇനിയും അനേകം മക്കൾ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുൻകൈയെടുക്കണം. നിങ്ങൾ പലരോടും പറയണം, പ്രേരിപ്പിക്കണം. അതിന്റെ ആവശ്യകത. ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വലിയ കരുണയുടെ ദിവസങ്ങളാണ് നോമ്പുകാലത്തിന്റെ ദിവസങ്ങൾ. അത് മക്കൾക്ക് വേണ്ടി അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. എവിടെ ചെന്നാലും ധ്യാനങ്ങൾക്കൊക്കെ കാണാതെ പോകുന്ന ഒരു മേഖലയാണ് യുവമക്കൾ. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് മക്കളുണ്ട്, ഡാൻസിനും പാട്ടിനും തുള്ളലിനും മക്കളുണ്ട്. എന്നാൽ ധ്യാനത്തിനോ ദൈവത്തിന്റെ വചനത്തിനോ ദൈവാരാധനയ്ക്കോ ഉദാശകൾക്കോ യുവമക്കളില്ല. അപകടകരമായ ഒരവസ്ഥ എന്തുകൊണ്ട് വന്നു? ഈ അപ്പന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ മക്കൾക്ക് കഴിയാതെ പോയി. അത് മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ തോറ്റുപോയി. അതുകൊണ്ട് പ്രാർത്ഥിക്കാം മക്കളെ. ഇനി പ്രാർത്ഥിച്ച് ആ സ്നേഹാനുഭവത്തിലേക്ക് കർത്താവ് മക്കളെ കൂട്ടിക്കൊണ്ടുവരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരുമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി പുതുതായി വന്ന എല്ലാ മക്കളെയും അച്ഛൻ സ്വാഗതം ചെയ്യുന്ന കൂട്ടായ്മയിലേക്ക്. ഒപ്പം നിങ്ങളും അനേകം മക്കൾക്ക് പങ്കുവച്ചു കൊടുക്കുക. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ദിവസങ്ങളിൽ അനേകം മക്കൾ ഒരുമിച്ച് കൂടി നമ്മുടെ ഈ കാർമൽ മീഡിയ കൂട്ടായ്മ ബലം പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം. ഈ നോമ്പുകാലം നമ്മെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ ഒരു സമയമാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക്, അങ്ങയുടെ വലിയ കരുണയിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ നോമ്പുകാലത്തില് വലിയ സ്നേഹത്തോടെ അങ്ങ് ഞങ്ങളെ അങ്ങയിലേക്ക് വിളിക്കുമ്പോ അതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ധൂർത്തപുത്രനെ പോലെ സുബോധത്തോടെ അങ്ങയുടെ അരികിലേക്ക് ഓടി വരുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയെ കിട്ടാത്തിടത്തോളം കാലം ഈ ലോകത്തിലെ എന്തെല്ലാം കിട്ടിയാലും അത് ധൂർത്തപുത്രനെല്ലാം കിട്ടി,
സമ്പത്ത് കിട്ടി, സുഖ സൗകര്യങ്ങൾ കിട്ടി, കൂട്ടുകാരെ കിട്ടി, എല്ലാം കിട്ടി. പക്ഷെ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവസാനം പന്നികളുടെ കൂടെ കിടക്കേണ്ടി വരുന്ന അവസ്ഥ. കർത്താവേ, അതാണ് സത്യമെന്ന തിരിച്ചറിവ് ഞങ്ങളുടെ മക്കൾക്ക് നൽകുന്നതോടൊപ്പം അവിടെയും ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരപ്പനുണ്ട്. ഓടി വന്ന് ദൂരെ വച്ച് തന്നെ അവനെ കണ്ട് മനസ്സലിഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സ്വീകരിക്കുന്ന ഒരപ്പന്റെ സ്നേഹം ഞങ്ങളുടെ മക്കള് അറിയട്ടെ. പാപത്തിൽ കുടുങ്ങിപ്പോയ മക്കള്, സമാധാനം നഷ്ടപ്പെട്ടു പോയ മക്കള്, നിരാശപ്പെട്ടു പോയ മക്കള്, ചില അടിമത്തിൽപ്പെട്ടു പോയ മക്കള്, ജടിക പാപത്തിൽ കുടുങ്ങി, മദ്യത്തിൽ കുടുങ്ങി, ലഹരിയിൽ കുടുങ്ങി, കൂട്ടുകെട്ടിൽ കുടുങ്ങി, അതിൽ തന്നെ കിടന്ന് നശിക്കുന്ന മക്കള്, ഈശോയെ ഞങ്ങളുടെ എല്ലാ മക്കളെയും ഈ അപ്പന്റെ സ്നേഹം കൊണ്ട് അങ്ങ് നിറയണമേ. ഈ സമയത്ത് ഞങ്ങളുടെ മക്കൾ എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ പാരമ്യമായ ദിവ്യകാരുണ്യത്തിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് ആ സ്നേഹത്തിന്റെ പാരമ്യത്തിന്റെ ശക്തി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ, ഞങ്ങളുടെ മക്കളിലേക്ക് ഒഴുകട്ടെ, അവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ, ഞങ്ങളുടെ മക്കൾക്ക് സുബോധം നൽകട്ടെ. ആ വലിയ സ്നേഹം ഇരു കാര്യങ്ങളും ഉയർത്തി കർത്താവിന്റെ സ്നേഹം ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് ഒഴുകാൻ വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് നന്ദിയോടെ സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ആ ദിവ്യകാരുണ്യ സ്നേഹം, രക്ഷാകര സ്നേഹം, ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സ്വീകരിക്കുന്ന സ്നേഹം ഞങ്ങളുടെ മക്കളിലേക്ക് ഇപ്പോൾ ഒഴുകട്ടെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു. അനേക മക്കള് അങ്ങയിലേക്ക് തിരിച്ചു വരട്ടെ, അങ്ങയുടെ കരുണയിലേക്ക് തിരിച്ചു വരട്ടെ, അങ്ങയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സലിവുള്ള കർത്താവേ, ഞങ്ങളെ സ്വീകരിക്കുന്ന കർത്താവേ, ആ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ, അനേകായിരം മക്കൾക്കിടയാകട്ടെ, അനേക യുവ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഇടയാകട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. വേറെ നമ്മുടെ മക്കൾ രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. ഈശോയെ, അവര് തിരിച്ചറിവോടെ ഞങ്ങളുടെ എല്ലാ മക്കളെയും ഇതിനു മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ കൂടി അച്ഛൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ ഈ പ്രാർത്ഥന അനേക മക്കൾക്ക് നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കണം. നോമ്പുകാലത്തില് കർത്താവിന്റെ വലിയ ഇടപെടല് നമ്മുടെ മക്കളിൽ ഉണ്ടാകണം. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പങ്കുവെച്ചു കൊടുക്കുന്ന മക്കൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ അയച്ചു കൊടുക്കാവൂ. അനേക മക്കൾ രക്ഷപ്പെടണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാർമൽ മീഡിയ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പല മക്കളും ഇന്ന് കിട്ടുന്നില്ല, വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റണില്ല, ഗ്രൂപ്പുകളില് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ന് ഷെയർ ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസിൽ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ പല മക്കൾക്കും അത് പോകുന്നില്ല. അതും പറഞ്ഞു കൊടുക്കണം നിങ്ങൾ. അതിന് ഒറ്റ വഴിയുള്ളൂ. യൂട്യൂബിൽ നേരെ കയറുക, ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൊടുക്കുക, ബെൽ ഓപ്ഷൻ അതൊക്കെ അതിനടിയിലുണ്ട്, അതൊക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റും. ദിവസം മുഴുവനും നമുക്കത് പങ്കെടുക്കാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ട് നേരിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനല് കാണുക, നോട്ടിഫിക്കേഷൻ കൊടുത്താൽ മതി. ആ ബെൽ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരും, ബെല്ല് അടിക്കും, നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അനേക മക്കളെ പ്രാർത്ഥനയിലേക്ക് പങ്കുചേർക്കുക. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. ഇതൊരു വലിയ ശുശ്രൂഷയാണ് മക്കളെ. കർത്താവ് വിലമതിക്കുന്നുണ്ട്, സ്വർഗം വിലമതിക്കുന്നുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങൾക്കും കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്താൽ നമ്മുടെ മക്കൾ നിറഞ്ഞ് തിരിച്ചു വരാനുള്ള കൃപ അഭിഷേകം യാചിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.